السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലെ പരമപ്രധാനമായ ഒരു വിഷയമാണ് എന്നോടെന്നതുപോലെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അഥവാ അൽ അഖ്ലാഖ്, സൽസ്വഭാവം എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്തെയും പരലോകത്തെയും വിജയമാണ് ഒരാളിൽ സൽസ്വഭാവമുണ്ടെങ്കിൽ അതറിയിക്കുന്നത്. ഏതൊരു നന്മകളുണ്ടോ, സൽസ്വഭാവം എന്ന മഹത്തായ ഗുണം നമ്മിലുണ്ടെങ്കിൽ അത് നമ്മെ തേടിയെത്തും. ഇതിന് നേർ വിപരീതമാണ് ഒരാളുടെ സ്വഭാവം മോശമായി പോയാൽ എല്ലാവിധ ഷർറുകളും അയാൾ വിളിച്ചു വരുത്തുകയും ചെയ്യും. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു തആല അവൻ്റെ കിതാബിൽ സൂറത്തുൽ ഖലമിലൂടെ നമ്മെ അറിയിച്ചു. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഓ നബിയെ, താങ്കൾ മഹത്തായ സ്വഭാവത്തിലാണ്. എന്താണ് ഖുലുഖുൻ അദീം എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ വിശദീകരിച്ചു, അലാ ദീനിൻ അദീം, അഥവാ അതിമഹത്തായ ദീനിലാണ് നബിയെ താങ്കൾ ഉള്ളത്. എങ്ങനെയുള്ള ദീനാണത്? വിശ്വാസം കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും അദബുകൾ, മര്യാദകൾ കൊണ്ടും സ്വഭാവ ഗുണങ്ങൾ കൊണ്ടുമെല്ലാം പരിപൂർണമായ മഹത്തായ ഒരു ദീനിലാണ് നബിയെ അങ്ങുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു അറിയിച്ച കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ സാലിഹൽ അഖ്ലാഖ്. തീർച്ചയായും ഞാൻ സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണമായി കൊണ്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഏതൊരു സ്വഭാവ ഗുണങ്ങളുണ്ടോ, മര്യാദകളുണ്ടോ, അതിൻ്റെയൊക്കെ പൂർത്തീകരണമാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നല്ല സ്വഭാവം, സൽസ്വഭാവം എന്നുള്ളത് നമ്മുടെ ദീനാണ്, ദീനിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. കാരണം അത് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദബ്, മര്യാദ, സൽസ്വഭാവം എന്നുള്ളത് 3 കാര്യങ്ങളിലാണ് ഉണ്ടായിരിക്കേണ്ടത് അടിസ്ഥാനപരമായി. ഒന്നാമത്തേത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് അദബുള്ള, മര്യാദയുള്ള, ഖുലൂഖുള്ള ഒരാളായിരിക്കണം ഓരോ വ്യക്തിയും. രണ്ടാമത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. മൂന്നാമത്തേത് നമ്മളല്ലാത്ത മറ്റുള്ളവരോട്. എന്താണ് അള്ളാഹുവിനോടുള്ള അദബ്, സൽസ്വഭാവം, മര്യാദ എന്ന് പറഞ്ഞാൽ?
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി തീരുക. അത് അള്ളാഹുവിനോടുള്ള അദബാണ്. അത് അള്ളാഹുവിനോട് നാം കാണിക്കുന്ന നമ്മുടെ നല്ല സ്വഭാവ മര്യാദയിൽപ്പെട്ടതാണ്. എന്നാൽ അതിന് നേർവിപരീതം പ്രവർത്തിക്കുക എന്നുള്ളത് ധിക്കാരമാണ്, ഒരാളുടെ ദുസ്വഭാവത്തിൻ്റെ അടയാളമാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബ് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വസിക്കൽ, അവിടുത്തെ സുന്നത്ത് പരിപൂർണമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ, അവിടുന്ന് കാണിച്ചു തന്നതുപോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൽ, അവിടുന്ന് പറഞ്ഞത് സത്യപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബ്, ഖുലുഖ് എന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരാണ്, സൃഷ്ടികളാണ് നമ്മുടെ കൂടെയുള്ളവർ. നമ്മുടെ വീട്ടിൽ ഉള്ളവരായിരിക്കാം, നമ്മുടെ കൂടെ സഹവസിക്കുന്നവരായിരിക്കാം, ജോലി സ്ഥലങ്ങളിലായിരിക്കാം. അങ്ങനെ നമ്മൾ ഏതൊക്കെ മേഖലകളിൽ ഇടപഴകുന്നോ അവിടെയൊക്കെ ഉള്ള ആളുകൾ, അവരോട് അദബ് വേണം. ഒരാളോടും മോശമായി പെരുമാറാനോ അനീതി കാണിക്കുവാനോ അള്ളാഹുവിൻ്റെ ദീൻ നമ്മെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് സൽസ്വഭാവിയായിരിക്കണം. ഇതാണ് സഹോദരങ്ങളെ അടിസ്ഥാനപരമായി നാം മര്യാദ പാലിക്കേണ്ട 3 കാര്യങ്ങൾ, അതല്ലെങ്കിൽ 3 ഘട്ടങ്ങൾ. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ഏറ്റവും നല്ല മാതൃകയാണ് എന്ന് പറഞ്ഞല്ലോ, അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സഫിയ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞതായി നമുക്ക് കാണാം, മാ റഅയ്തു അഹദൻ അഹ്സന ഖുലുഖൻ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരാളെയും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഒരു ആമുഖം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നതിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ദീനാണ്, നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാനമാണ്. നാം നമ്മേക്കാൾ, നമ്മുടെ സ്വന്തത്തേക്കാൾ, നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, നമ്മുടെ മാതാപിതാക്കളേക്കാൾ, മറ്റുള്ള എല്ലാവരേക്കാളും നാം സ്നേഹിക്കുന്ന നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്, അവിടുത്തെ സ്വഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തിനാണ് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം എന്ന് പറയാൻ കാരണം, ഈ മര്യാദ, ഈ സ്വഭാവം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സ്വഭാവ മര്യാദയുടെ വിഷയത്തിൽ പറയുന്ന ഞാൻ മുൻപന്തിയിലാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാവർക്കും കുറവുണ്ടാകും, എല്ലാവർക്കും ന്യൂനതകളുണ്ടാകും. പക്ഷെ നമ്മൾ ഈ പ്രമാണങ്ങൾ വായിക്കുമ്പോൾ, തെളിവുകൾ പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ദുസ്വഭാവങ്ങൾ, മോശമായ സ്വഭാവങ്ങൾ, അത് മാറ്റാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാതെ ചില ആളുകൾ പറയാറുള്ളത് പോലെ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ, ഞാൻ പണ്ടേ അങ്ങനെയാണ്, ഞാൻ പണ്ടേ അങ്ങനെയാണ്, ഞാൻ മാറ്റമൊന്നും ചെയ്യില്ല, പണ്ടേ അങ്ങനെ. അങ്ങനെയല്ല, മറിച്ച് മാറേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്, ശരിയാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? സൽസ്വഭാവം എന്നത് സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദീനാണെന്ന് പറഞ്ഞല്ലോ, ദീനിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ സൽസ്വഭാവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തുമായി അനേകം ഗുണങ്ങളുണ്ട്. ഒരാൾ നല്ല സ്വഭാവത്തിൽ ജീവിക്കുക എന്നുള്ളത് വെറുതെ ഇങ്ങനെ സൽസ്വഭാവിയായി ജീവിച്ച് കഴിഞ്ഞു പോവുക എന്നതല്ല. ഒരു മുസ്ലിമായ, മുഅ്മിനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വഭാവം നന്നാക്കുക എന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്.
ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും കിട്ടാനുണ്ട്. ഓരോ ഹദീസുകളും വായിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അതിലൊന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടതാണത്, നമ്മുടെ ഈമാൻ അതിൻ്റെ പൂർത്തീകരണമാണ് സൽസ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. മുഅ്മിനീങ്ങളിൽ ഈമാൻ കൊണ്ട് പരിപൂർണത നേടിയിട്ടുള്ള ആളുകൾ അവരിൽ സൽസ്വഭാവം സ്വീകരിച്ചവരാണ്. കുഞ്ഞുങ്ങൾ, ഈമാനിൻ്റെ പരിപൂർണത എവിടുന്നാണ്? സൽസ്വഭാവത്തിലൂടെയാണ്. കാരണം നമ്മൾ ആദ്യം കേട്ടല്ലോ, അള്ളാഹുവിനോട്, അവരുടെ റസൂലിനോട്, സൃഷ്ടികളോട് എല്ലാ മേഖലകളിലും ഒരാൾ സൽസ്വഭാവിയായി തീർന്നാൽ അത് ഈമാനിൻ്റെ പൂർത്തീകരണമാണ്. നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരാളുടെ സ്വഭാവം മോശമായ സ്വഭാവമാണെങ്കിൽ എന്തായിരിക്കും? അയാളുടെ ഈമാനിനത് ബാധിക്കും. ഈമാനിൻ്റെ പരിപൂർണതയെ അത് ബാധിക്കും. അതുകൊണ്ട് നോക്കൂ, ഒന്നാമത്തെ കാര്യം ഇതാണ്. ഒന്നാമത്തെ മഹത്വം, ഒന്നാമത്തെ ശ്രേഷ്ഠത ഇതാണ്. നമ്മുടെ ഈമാനുമായി വലിയ ബന്ധമുള്ള ഒരു കാര്യമാണ് സൽസ്വഭാവം എന്നുള്ളത്. അത് മുഅ്മിനിൻ്റെ അടയാളമാണ്, മുഅ്മിനിൻ്റെ ലക്ഷണമാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി പരലോകത്ത് സാമീപ്യം ലഭിക്കുവാൻ, അവിടുത്തെ ഇഷ്ടം നേടിയെടുക്കുവാൻ നമ്മെ സഹായിക്കും. ഒരാളുടെ സ്വഭാവം നന്നായാൽ, ഒരാൾ സൽസ്വഭാവിയായാൽ കിട്ടുന്ന ഗുണമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനകും അഖ്ലാഖ. തീർച്ചയായും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ, പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഞാനുമായി സാമീപ്യം ലഭിക്കുന്നയാൾ സൽസ്വഭാവം സ്വീകരിച്ച ആളാണ്, അതല്ലെങ്കിൽ സ്വഭാവം നന്നാക്കിയ വ്യക്തിയാണ്. എന്താണ് ഈ ഗുണം? ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം, നമ്മൾ എത്ര സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടുന്ന് ഇങ്ങോട്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ സ്ഥാനമുണ്ട്. നമ്മൾ പലപ്പോഴും പലതവണ പറയാറുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ്, അവിടുത്തോട് സ്നേഹമുണ്ട്. ശരി, നമ്മൾ പറയുന്നതിനേക്കാൾ പ്രത്യേകതയുണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത്. അത് ഏത് വിഷയത്തിലും, ആരുടെ വിഷയത്തിലും അങ്ങനെയാണ്. അൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ലൈസ ശഅ്നു അൻ തുഹിബ്ബ ഇന്നമ ശഅ്നു അൻ തുഹബ്ബ. നീ ഒരാളെ ഇഷ്ടപ്പെടുക എന്നതിലല്ല കാര്യം, നീ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുക, നിന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുക എന്നതിലാണ് കാര്യം. അല്ലേ? നമുക്ക് ആരെയും അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം, പക്ഷെ ഇങ്ങോട്ട് സ്നേഹം കിട്ടുക എന്നതാണ് കാര്യം. കാരണം ഇങ്ങോട്ട് സ്നേഹം കിട്ടാനുള്ള അർഹത നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം കിട്ടാനുള്ള അർഹതയാണെന്ത്? സൽസ്വഭാവിയാവുക എന്നുള്ളത്. മാത്രമല്ല, അതുകൊണ്ട് അവസാനിക്കുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖിയാമത്ത് നാളിൽ അവിടുത്തെ സാമീപ്യം ലഭിക്കും. അതെത്ര മഹത്തരമായ കാര്യമാണ്. സഹാബികളിൽ ചിലർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ദുഃഖിതനായി ഇരിക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് ചോദിക്കുകയുണ്ടായി, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, നബിയെ, ഇപ്പോൾ അങ്ങയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങയോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങയോട് ഒപ്പം ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിലായിരിക്കെ എനിക്ക് അങ്ങയുടെ അടുക്കിലേക്ക് വരാം, ഇരിക്കാം, ചോദിക്കാം, അങ്ങയുടെ സംസാരം കേൾക്കാം. ഇനി നാളെ അങ്ങ് വഫാത്തായി പോയാൽ, പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അങ്ങ് വലിയ സ്ഥാനത്തായിരിക്കും, അന്ന് അങ്ങയുടെ സാമീപ്യം കിട്ടുകയില്ലല്ലോ എന്നോർത്തിട്ടാണ് നബിയെ ഞാൻ പ്രയാസപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല ആയത്ത് അവതരിപ്പിച്ചു. സൂറത്തുൽ നിസായിലെ ആയത്ത്.
വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ആരാണോ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നത് അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരുടെ കൂട്ടത്തിലാണ്. ആരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർ? നബിമാർ, സിദ്ദീഖുമാർ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. അവരെത്ര നല്ല കൂട്ടുകാരാണ് എന്ന് അള്ളാഹു ചോദിക്കുകയും ചെയ്തു. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ആയത്തിറങ്ങാൻ കാരണമായ ചോദ്യത്തിൽപ്പെട്ടതാണ് എന്ത്? നബിയെ അങ്ങയുടെ സാമീപ്യം കിട്ടുകയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ വാഗ്ദാനം ചെയ്യുന്ന അവിടുത്തെ സാമീപ്യം കിട്ടും, അവിടുത്തെ സ്നേഹം കിട്ടും. എന്താണ് അതിനുള്ള മാനദണ്ഡം? സ്വഭാവം നന്നാക്കണം. നേരെ തിരിച്ച് അവിടുന്ന് പറഞ്ഞു, വഇന്ന അബ്ഗളകും ഇലയ്യ വഅബ്അദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അസ്സർസാറൂന വൽ മുതശദ്ദിഖൂന വൽ മുതഫൈഹിഖൂൻ. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഖിയാമത്ത് നാളിൽ ഞാനുമായി അകലം പാലിക്കപ്പെടുന്ന ആളുകൾ 3 വിഭാഗം ആളുകളാണ്. 3 ദുസ്വഭാവങ്ങൾ അവിടെ എണ്ണിപ്പറഞ്ഞു. ഒന്ന് അസ്സർസാറൂൻ. അസ്സർസാറൂൻ എന്ന് പറഞ്ഞാൽ അൽ കസീറുൽ കലാം, വെറുതെ സംസാരിക്കുക, ധാരാളമായി സംസാരിക്കുക, വർത്തമാനം പറയുന്ന ആൾ. സുബ്ഹാനല്ലാഹ്. നമുക്ക് നാവ് അടച്ചു പിടിക്കാൻ എന്തെങ്കിലും തരാം എന്ന് പറയും ചിലപ്പോൾ. നമുക്ക് ധാരാളമായി വെറുതെ സംസാരിക്കുക എന്നത് സൽസ്വഭാവത്തിൽപ്പെട്ടതല്ല എന്നാണ്. എന്തെങ്കിലും പറയണ്ടേ, അപ്പം എന്തെങ്കിലും പറയാം. അത് ചിലപ്പോൾ ആരെങ്കിലും പറ്റിയിട്ടായിരിക്കും അല്ലേ? 4 ആൾ കൂടിയാൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, മുണ്ടി പറഞ്ഞിരിക്കണ്ടേ. അപ്പോൾ വെറുതെ വർത്താനം പറയുന്ന ആളുകളുണ്ട്. വെറുതെ വർത്താനം പറയുക, വെറുതെ സംസാരിക്കുക, ധാരാളമായി സംസാരിക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമല്ല. നല്ല ദീനീ വിഷയമാണെങ്കിൽ, അതല്ലെങ്കിൽ ദുനിയാവിനോ ആഖിറത്തിനോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ അത് മറ്റൊരു വിഷയം. ഒന്നാമത്തെ വിഭാഗം അവരാണ്. രണ്ടാമത്തത് അൽ മുതശദ്ദിഖൂൻ. അൽ മുതശദ്ദിഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മൂർച്ച കൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കുന്നവൻ. ഒരാൾ വർത്താനം പറഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം തീരുമാനവും. ആജാതി നാവും കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെറുപ്പാണ്. അത് ദുസ്വഭാവത്തിൽപ്പെട്ടതാണ്. മോശമായി സംസാരിക്കുക, ആളുകളുടെ മേൽ കടന്നു കയറുക എന്നത് വൃത്തികെട്ട സ്വഭാവത്തിൽപ്പെട്ടതാണ്. മൂന്നാമത്തത് അൽ മുതഫൈഹിഖൂൻ. അൽ മുതഫൈഹിഖൂൻ എന്ന് പറഞ്ഞാൽ അൽ മുതകബ്ബിറൂൻ, അഹങ്കാരി. അഹങ്കാരത്തോടുകൂടി പെരുമാറുന്ന, അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന, അഹങ്കാരം കാണിക്കുന്ന ആളുകൾ. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് വെറുപ്പാണ്. ഖിയാമത്ത് നാളിൽ അവരുമായി ബഹുദൂരം അകലമായിരിക്കും എന്ന് അവിടുന്ന് അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് രണ്ടാമത്തെ കാര്യം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ലഭിക്കാനും അവിടുത്തെ സാമീപ്യം കിട്ടുവാനും നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, ആരാണോ നല്ല സ്വഭാവം സ്വീകരിച്ചത് അയാൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനക്കും അഖ്ലാഖ. തീർച്ചയായും നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങളിലെ സൽസ്വഭാവികളാണ്. നല്ല സ്വഭാവമുള്ള ആൾ നിരുപാധികം നിങ്ങളിൽ ഉത്തമരാണ്, നിങ്ങളിൽ നല്ല ആളുകളാണ്. സഹോദരങ്ങളെ നോക്കൂ, നിരുപാധികം, ഒരു ഉപാധിയുമില്ല, ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ആ ഒരു ദറജയിൽ, പദവിയിൽ എത്തണമെങ്കിൽ എന്തു വേണം? സ്വഭാവം നന്നാക്കണം എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ ഭാരം തൂക്കും. അത് ചെയ്തവരെയും തൂക്കും തുലാസിൽ, മീസാൻ. ആ സമയത്ത് നമ്മുടെ കർമ്മങ്ങളിൽ ഭാരം തൂങ്ങുന്ന കാര്യം സൽസ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, മാ ശൈഉൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൻ ഹസൻ. ഒരു മുഅ്മിനിൻ്റെ മീസാനിൽ, തുലാസിൽ
സൽസ്വഭാവത്തേക്കാൾ ഖിയാമത്ത് നാളിൽ ഭാരം തൂങ്ങുന്ന മറ്റൊരു കാര്യവും ഇല്ല തന്നെ. ഒരു സത്യവിശ്വാസിയുടെ, ഒരു മുഅ്മിനിൻ്റെ കർമ്മങ്ങൾ അല്ലാഹു തആല തുലാസിൽ ഭാരം തൂക്കുമ്പോൾ സൽസ്വഭാവത്തിന് വലിയ ഭാരം ഉണ്ടാകുമെന്നാണ്. സഹോദരങ്ങളെ, നമുക്ക് നിസാരമാക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ, ചില ആളുകൾ പറയാറുള്ളത് പോലെ, ഞാൻ പണ്ടേ അങ്ങനെയാണ് എന്നെങ്ങനെ പറയാൻ സാധിക്കും? പരലോകത്ത് നമ്മുടെ മീസാനിൽ ഭാരം തൂങ്ങുന്ന കാര്യമാണിത്, സ്വഭാവം നന്നാക്കുക എന്നുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നല്ലാഹ ലയുബ്ഗിദുൽ ഫാഹിഷൽ ബദീഅ. തീർച്ചയായും അല്ലാഹു തആല അൽ ഫാഹിഷ് അൽ ബദീ, രണ്ട് ദുസ്വഭാവങ്ങൾ എണ്ണി പറഞ്ഞു. അഥവാ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വൃത്തികേടുകൾ പറയുന്ന, മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്ന, ചീത്ത പറയുന്ന, അങ്ങനെയുള്ള പ്രവർത്തിക്കുന്ന ആളുകളെ അള്ളാഹുവിന് വെറുപ്പാണ് എന്നവിടുന്ന് അറിയിക്കുകയാണ്. നോക്കൂ, സൽസ്വഭാവം അതിന് വലിയ മഹത്വമുണ്ട്. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, ഒരു മുസ്ലിമിന് നോമ്പുകാരൻ്റെയും രാത്രി നിസ്കാരക്കാരൻ്റെയും പദവിയിൽ എത്താൻ സാധിക്കും അവൻ്റെ സ്വഭാവം നന്നാക്കിയാൽ. അവിടുന്ന് പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജത സായിമിൽ ഖായിം. തീർച്ചയായും ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി, അവൻ്റെ സൽസ്വഭാവം കാരണത്താൽ പകൽ നോമ്പ് നോക്കുന്ന, രാത്രി നിസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ പദവിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. നമുക്ക് സ്വഭാവം നന്നാക്കിയാൽ മതി. സ്വഭാവം നന്നാക്കിയാൽ ഈ പറഞ്ഞ പദവിയിൽ ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം, സൽസ്വഭാവം എന്നത് ദുനിയാവ് കിട്ടിയതുപോലെയാണ്. ദുനിയാവിൽ മറ്റെന്ത് നമുക്ക് നഷ്ടപ്പെട്ടാലും അതിന് പകരം നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ, 4 കാര്യങ്ങൾ, ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയ. ആ 4 കാര്യങ്ങൾ നിന്നിലുണ്ടെങ്കിൽ ദുനിയാവിലെ മറ്റെന്ത് നിനക്ക് നഷ്ടപ്പെട്ടാലും യാതൊരു പ്രയാസവുമില്ല. ഒന്നാമത്തേത് ഹിഫ്ദു അമാന, വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടാൽ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക എന്ന കാര്യം. അത് നിന്നിലുണ്ടോ നീ പേടിക്കേണ്ടതില്ല. അഥവാ അത് നമ്മിലുണ്ടോ, ദുനിയാവിലെ മറ്റെന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് പേടിക്കേണ്ടതില്ല. വസിദുഖു ഹദീസ്, സത്യം പറയുക എന്ന സ്വഭാവം, നാവെടുത്താൽ സത്യം മാത്രമേ പറയൂ. വഹുസ്നു ഖലീഖ, സൽസ്വഭാവം. വഇഫത്തുൻ ഫീ തുഅമ, ഭക്ഷണത്തിൽ, ഉപജീവനത്തിൽ ഇഫ്ഫത്ത് പാലിക്കുക, പരിശുദ്ധി പാലിക്കുക, ഹറാമ് കലരാതെ ഹലാല് മാത്രം ഭക്ഷിക്കുന്ന, ഉടുക്കുന്ന, തിന്നുന്ന, കുടിക്കുന്ന ഒരവസ്ഥ. ഈ 4 കാര്യങ്ങളും ഒരാളിലുണ്ടോ, ദുനിയാവിൽ മറ്റെന്ത് നഷ്ടപ്പെട്ടാലും അയാൾ പേടിക്കേണ്ടതില്ല, അയാൾക്കത് ഒരു ഉപദ്രവവും വരുത്തി വെക്കുകയില്ല എന്നാണ്. അതിലൊന്ന് സഹോദരങ്ങളെ സൽസ്വഭാവമാണ്. സ്വഭാവമുണ്ടോ, മറ്റ് 3 കാര്യങ്ങളും അതിൽപ്പെട്ടത് തന്നെയാണ്. വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക എന്നത് ഒരാളുടെ സൽസ്വഭാവത്തിൻ്റെ അടയാളമാണ്. കാരണം അതിന് വിപരീതം മുനാഫിഖിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സത്യസന്ധത, വാക്കുകൾ പറയുമ്പോൾ നമുക്കെതിരായാൽ പോലും കളവ് പറയാതിരിക്കുക എന്നത് മുഅ്മിനിൻ്റെ സ്വഭാവമാണ്. കളവ് പറയുക എന്നത് നിഷേധികളുടെ, മുനാഫിഖുകളുടെ അടയാളമാണ് എന്നാണ് ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ നിങ്ങൾ നോക്കൂ, ഉപജീവനത്തിൽ ഹലാല് മാത്രം സ്വീകരിക്കുക, അതും ഒരാളുടെ സൂക്ഷ്മതയുടെ, സൽസ്വഭാവത്തിൻ്റെ അടയാളമാണത്. ഇതുണ്ടോ നമ്മൾ പേടിക്കേണ്ടതില്ല എന്നാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും നമ്മെ ആത്മവിചാരണ നടത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 7ാമത്തെ കാര്യം സഹോദരങ്ങളെ, ഒരാൾ സൽസ്വഭാവിയാണെങ്കിൽ അയാളിൽ എല്ലാ നന്മകളും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എന്താണ് അൽ ബിർ,
നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുന്ന് പറഞ്ഞു അൽബിറു ഹുസ്നുൽ ഖുലുഖ്. നന്മ എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ്. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. എന്താണ് നന്മ എന്ന് ചോദിച്ചാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കേട്ടതുപോലെ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും സൃഷ്ടികളോടും ഈ മേഖലകളിലൊക്കെ നമ്മുടെ സ്വഭാവ മര്യാദകൾ പാലിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളത്, അതാണ് നന്മ. നന്മക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വാക്ക് കൊടുത്തത് സൽസ്വഭാവം എന്നാണ്. അതുകൊണ്ട് സൽസ്വഭാവം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാളിൽ എല്ലാ നന്മകളും ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ മുഅ്മിനായ ഒരു മനുഷ്യനിൽ സൽസ്വഭാവം കൂടി ഉണ്ടെങ്കിൽ അയാളിൽ എല്ലാ നന്മകളും ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, സൽസ്വഭാവം സ്വീകരിക്കുക, ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറുക എന്നുള്ളത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്താണ്. എന്താണ് വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ? വളരെ സുപ്രധാനമായ ഉപദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദാഇയായി ഖാദിയായി പറഞ്ഞയക്കുമ്പോൾ കൊടുത്ത ഉപദേശമാണ്. അവിടുന്ന് പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വ പാലിക്കുക. ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എവിടെയായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും ഏത് നാട്ടിലായിരുന്നാലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വാത്ബിഇ സയ്യിഅതൽ ഹസനത തംഹുഹ. ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നന്മ കൊണ്ട് അതിനെ പിന്തുടരുക. മനുഷ്യ സഹജമാണ്, തെറ്റുപറ്റും, ന്യൂനതകളുണ്ടാകും, കുറവുകളുണ്ടാകും. അപ്പോൾ എന്ത് വേണം? വേഗത്തിൽ നന്മ കൊണ്ട് അതിനെ പിന്തുടരുക. എങ്കിൽ തിന്മയെ ആ നന്മ മായ്ച്ചു കളയും. അല്ലാഹു തആല ആ തിന്മ നന്മയാക്കി മാറ്റിത്തരും. മൂന്നാമത്തേത് വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ നീ പെരുമാറുക. നോക്കൂ, എത്ര മഹത്തരമായ ഉപദേശമാണ്. അവിടുത്തെ വസിയ്യത്താണിത്. ഇതിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ആദ്യം പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതയാണ് സൂക്ഷ്മത പാലിക്കുക, തഖ്വ പാലിക്കുക എന്നുള്ളത്. ആദ്യകാലക്കാരോടും പിൽക്കാലക്കാരോടും ഒരുപോലെ റബ്ബിൻ്റെ വസിയ്യത്താണ് അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. രണ്ടാമത്തേത് നിങ്ങൾ നോക്കൂ, സ്വന്തം നഫ്സിനോടുള്ള, സ്വന്തത്തോടുള്ള മര്യാദയാണ്, അദബാണ്. എന്ന് പറഞ്ഞാൽ തെറ്റിൽ ഉറച്ചു നിൽക്കാതിരിക്കുക. കാരണം ഏത് തെറ്റ് ചെയ്താലും അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് ഈ ശരീരവും ഈ ആത്മാവുമാണ്. മൂന്നാമത്തേത് ജനങ്ങൾ, മറ്റുള്ളവർ, അവരോട് നല്ല നിലയിൽ സഹവർത്തിക്കുക, സൽസ്വഭാവം കാണിക്കുക എന്നുള്ളത് അവിടുത്തെ വസിയ്യത്താണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഒൻപതാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവം സ്വീകരിച്ച ആൾക്ക് സ്വർഗത്തിൽ ഭവനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ ഹദീസിൽ കാണാം, 3 ഘട്ടങ്ങളിലായിട്ടാണ് ആ ഹദീസ് അവിടുന്ന് പറഞ്ഞത്. അന സഈമുൻ, ഞാൻ ഉറപ്പ് നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്യാരണ്ടി പറയുക. എന്താണ് അവിടുന്ന് ഉറപ്പ് നൽകിയത്? ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗത്തിൻ്റെ ഓരത്ത് അഥവാ താഴ്ഭാഗത്ത് ഒരു വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു. ആർക്കാണ് സ്വർഗത്തിൻ്റെ ഓരത്ത് ഒരു വീട്? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖൻ. സത്യം കയ്യിലുണ്ടായിരിക്കെ തർക്കം ഉപേക്ഷിച്ച ഒരാൾക്ക്. എൻ്റെ കയ്യിൽ ഹക്കുണ്ട്, സത്യമുണ്ട്, ഞാൻ പറയുന്നതാണ് ശരി, പക്ഷേ തർക്കിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് തർക്കം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എവിടെ? സ്വർഗത്തിൽ. ഇത് സഹോദരങ്ങളെ, അടുത്ത ഭാഗം വായിക്കുന്നതിന് മുന്നേ ഈ ഒരു ഭാഗം
നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലാണ് ഹക്ക് എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ആളുകളെ, ജീവിക്കാൻ വിടാത്ത ആളുകളുണ്ട്. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരിലേക്ക് ചൂണ്ടാതെ നമ്മൾ നമ്മിലേക്ക് തന്നെ ചൂണ്ടി നോക്കിയാൽ മതി. നമ്മുടെ സ്വഭാവമാണോ നമ്മൾ ചിന്തിച്ചു നോക്കുക. സത്യമുണ്ടായിരിക്കെ തർക്കിക്കാതെ, തർക്കമില്ല, തർക്കത്തിന് ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ ഭവനമുണ്ട്. എൻ്റെ കയ്യിലാണ് ഹക്ക് എന്ന് പറഞ്ഞ് തർക്കിക്കുക എന്നത് ശരിയല്ല, പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യം പറയാം, വിഷയം പറയാം, പക്ഷേ തർക്ക മനോഭാവം, തർക്കം എന്നത് സ്വീകരിക്കാവതല്ല, ശരിയല്ല. ഞാൻ തർക്കിക്കുന്നില്ല, ഞാൻ പറയുന്നല്ലേ ഉള്ളൂ. അള്ളാഹുവിനറിയാമല്ലോ തർക്കം എന്താണ്, നമ്മുടെ മനസ്സിലെ നിയ്യത്ത് എന്താണ്, നമ്മുടെ ഉദ്ദേശം എന്താണ്, റബ്ബിനറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ നല്ല സ്വഭാവത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. തർക്കം ഒഴിവാക്കുക, തർക്കിക്കാതിരിക്കുക എന്നുള്ളത്. അവിടുന്ന് പറഞ്ഞു, വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്നതി ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ. സ്വർഗത്തിൻ്റെ മധ്യത്തിലൊരു വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു. ആർക്ക്? കളവ് ഉപേക്ഷിച്ചവന്. തമാശക്ക് പോലും, തമാശക്ക് പോലും കളവ് പറയാത്ത ആരുണ്ടോ അവന് സ്വർഗത്തിൻ്റെ മധ്യത്തിൽ ഒരു വീടുണ്ട്. ഈ കാര്യം സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അറിയാതെ ചിലപ്പോൾ വന്നു പോകുന്ന കളവുകളുണ്ട്. എവിടെ എത്തി? ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല, അല്ലേ? വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടാവില്ല, പക്ഷെ അങ്ങാടിയുടെ പേര് പറയും, അത് അവിടെ എത്തിയിട്ടുണ്ട്. ഇറങ്ങിയോ? അതാ ഇറങ്ങി, ഇപ്പം അതാ പുറത്തിറങ്ങി നിൽക്കുകയാണ്, ആള് മാറ്റുന്നേ ഉണ്ടാവുള്ളൂ. യഥാർത്ഥത്തിൽ അത് കളവാണ്. ഒരു തമാശ രൂപത്തിലായാൽ പോലും, വെറുതെ ആയാൽ പോലും കളവ് പറയരുത്. അതുപോലെ മക്കളോട്, കുട്ടികളോട് ചിലപ്പോൾ കളവ് പറയാറുണ്ട്, പാടില്ല. ചിലപ്പോൾ ചില ആളുകൾ തമാശക്ക് പറയും, ഞാനത് പണ്ടേ കണ്ടതാണ്, നമുക്ക് പണ്ടേ ഉപയോഗിച്ചാണ്, ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞ് പറയും, ഞാൻ വെറുതെ പറഞ്ഞാണ്. എന്നൊന്ന് പറ്റിക്കാൻ പാടില്ല സഹോദരങ്ങളെ. ഒരു നിലക്കും കളവാണോ നമ്മൾ ഉപേക്ഷിക്കണം. അങ്ങനെ തമാശക്ക് പോലും കളവ് ഉപേക്ഷിച്ചാൽ സ്വർഗത്തിൻ്റെ മധ്യത്തിൽ ഒരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നൽകുന്നു. മൂന്നാമത്തേതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം. വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന. സ്വർഗത്തിൻ്റെ ഉയരത്തിൽ ഏറ്റവും മുകളിൽ ഒരു വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു. ലിമൻ ഹസ്സന ഖുലുഖഹു. ആരാണോ അവൻ്റെ സ്വഭാവം നന്നാക്കിയത് അവന്. നോക്കൂ, 3 കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തർക്കവും കളവും സ്വഭാവവും. 3 കാര്യങ്ങളും നമ്മൾ പ്രയത്നിച്ചെടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അതിനനുസരിച്ചാണ് അതിൻ്റെ പ്രതിഫലം. സ്വർഗത്തിലൊരു വീട്, താഴെ സ്വർഗത്തിൻ്റെ മധ്യത്തിലൊരു വീട്, സ്വർഗത്തിൻ്റെ ഉയരത്തിലൊരു വീട്. നമുക്ക് സ്വഭാവം നന്നാക്കിയാൽ വെറുതെ ഇങ്ങനെ നല്ലൊരു സൽസ്വഭാവിയായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതല്ല. ഇത്രയും വായിച്ച ഓരോ ഹദീസുകളിലും അതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 10ാമത്തെ കാര്യം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അക്സരി മാ യുദ്ഖിലു നാസൽ ജന്ന. ജനങ്ങളിൽ അധിക പേരും സ്വർഗത്തിൽ പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അവിടുന്ന് പറഞ്ഞു, തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്. 2 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞത്. ഒന്ന് തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കൽ. ഒരാൾ മുത്തഖിയാണോ, തഖ്വ പാലിച്ച് ജീവിക്കുന്നവനാണോ എങ്കിൽ അള്ളാഹു ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മുത്തഖീങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം തഖ്വയാണ്. തഖ്വയുള്ളവരാണ് അള്ളാഹു സ്വർഗത്തിലാക്കുക. അതിൻ്റെ കൂടെ എണ്ണിപ്പറഞ്ഞു ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം സഹോദരങ്ങളെ? ഒരാൾ മുത്തഖിയാണോ അയാളുടെ സ്വഭാവം നന്നാവണം. നല്ല മുത്തഖിയാണ്, 5 നേരം പള്ളിയിലുണ്ടാവും, സ്വഭാവം 5ൻ്റെ പൈസക്ക് കൊള്ളൂലെങ്കിലും തഖ്വ പുനഃപരിശോധിക്കണം. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണത്. മറ്റുള്ളവരുടെ തഖ്വ അളക്കാൻ നമുക്ക് സാധിക്കുകയില്ല.
ഒരാളുടെയും ഈമാനോ തഖ്വയോ ഒന്നും നമ്മുടെ കയ്യിലല്ല. അതിൻ്റെ ഒന്നും അളവുകോൽ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ ഒരാളുടെയും നിരീക്ഷകരല്ല. അതിന് അള്ളാഹു കിറാമൻ കാത്തിബീൻ 2 മലക്കുകൾ അപ്പുറത്തും ആക്കിയിട്ടുണ്ട്. നമ്മൾ അവിടെ എടുക്കേണ്ടില്ല. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കണം. തഖ്വയുണ്ട് എങ്കിൽ സ്വഭാവവും നന്നാവണം. സ്വഭാവം മോശമാണോ തഖ്വ പരിശോധിക്കേണ്ടതുണ്ട്. 11ാമത്തെ കാര്യം, സൽസ്വഭാവിയായ ഒരാൾക്ക് നരകം ഹറാമാണ്. സൽസ്വഭാവിയായ ഒരാൾക്ക് അള്ളാഹു നരകം ഹറാമാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലൻ നാരി ഔ ബിമൻ തഹ്റുമു അലൈഹി നാർ. ഏതൊരുവനാണോ നരകം ഹറാമാക്കപ്പെട്ടത്, അതല്ലെങ്കിൽ അവൻ്റെ മേൽ നരകത്തിന് അവനെ ഹറാമാക്കിയത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ മേൽ അയാളെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നരകം അയാളെ സ്പർശിക്കുകയില്ല. അതല്ലെങ്കിൽ അയാളുടെ മേൽ നരകം ഹറാമാണ്, അയാൾ നരകത്തിൽ പതിക്കുകയില്ല. ആരാണ് അങ്ങനെ നരകത്തിൽ പതിക്കാത്ത ആൾ? അല കുല്ലി ഖരീബിൻ ഹയ്യിനിൻ സഹിലിൻ. 3 വിശേഷണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ്. അല കുല്ലി ഖരീബ്, എല്ലാ ഓരോ ഖരീബും അഥവാ നന്മയിലേക്ക് അടുക്കുന്നയാൾ. അതല്ലെങ്കിൽ ചില വ്യാഖ്യാന പ്രകാരം ജനങ്ങളുമായി അടുക്കുന്ന ആൾ, ജനങ്ങളുമായി അടുക്കും. അതുപോലെ തന്നെ ഹയ്യിനായിരിക്കും, മൃദുല സ്വഭാവമുള്ളവനായിരിക്കും. സഹൽ, എളുപ്പമുള്ള നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ആളായിരിക്കും. ഈ 3 ഗുണങ്ങൾ ആരിലുണ്ടോ അയാളുടെ മേൽ നരകം ഹറാമാണ്, അതല്ലെങ്കിൽ നരകം അയാൾക്ക് ഹറാമാണ്. 3 കാര്യങ്ങളും സഹോദരങ്ങളെ ചെറിയ രൂപത്തിൽ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അല കുല്ലി ഖരീബ്, ഖരീബ് എന്ന് പറഞ്ഞാൽ നന്മയിൽ മുന്നേറുന്നയാൾ, നന്മയുമായി അടുക്കുന്ന ആൾ. ഏതൊരു നന്മയുണ്ടോ അതിനോട് അയാൾ അടുപ്പം കാണിക്കും. അതുപോലെ മറ്റൊരു വ്യാഖ്യാന പ്രകാരം ഇലന്നാസ്, ജനങ്ങളോട് അടുക്കുന്ന ആൾ. ജനങ്ങളോട് അടുക്കുക എന്നുള്ളത്, ജനങ്ങളുമായി അടുപ്പമുണ്ടാവുക എന്നുള്ളത് ഒരാളുടെ നല്ല മേന്മയാണത്, സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. ആളുകളുമായി അടുക്കാതെ ഒരു അന്യഗ്രഹ ജീവിയെപ്പോലെ നടക്കുക എന്നുള്ളത് ശരിയല്ല. ആളുകളുമായി അടുക്കണം, ആളുകളുമായി അടുപ്പമുണ്ടാവണം. കാരണം ഒരു പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് ആളുകളുണ്ട്. ആളുകളുമായി അടുത്താൽ നമ്മൾ പഠിച്ച ദീൻ, നമ്മൾ പ്രവർത്തിച്ച ദീൻ, നല്ല കാര്യങ്ങൾ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, അപ്പോഴാണ് നമുക്ക് സാധിക്കുക. ഇങ്ങനെ മസിലും പിടിച്ച് നടന്നാലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ ആളുകൾ പറയും, നീ ആദ്യം ചിരിക്ക്, നല്ല സ്വഭാവത്തിലൊന്ന് പെരുമാറും, എന്നിട്ട് നീ നന്മ കൽപ്പിച്ചോളൂ എന്ന് പറയും. അതുവരെ ഉണ്ടാതെ കണ്ടാൽ പോലും അനങ്ങൂല, മുസ്ലിമായിരിക്കും, സലാം പറയൂല, തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടാവും, ഒന്നും നോക്കൂല. അങ്ങനെ ജനങ്ങളുമായി അടുക്കാതെ ഒരു വരണ്ട ജീവിതം നയിക്കുക എന്നത് ശരിയല്ല. അതുപോലെ തന്നെ ഹയ്യിൻ എന്ന് പറഞ്ഞാൽ മൃദുല സ്വഭാവമുള്ള ആൾ, നല്ല സ്വഭാവമുള്ള, അടക്കമുള്ള, ഒതുക്കമുള്ള, നൈർമല്യത്തോടുകൂടി പെരുമാറുന്ന ആൾ. പരുഷനല്ല. പരുഷ സ്വഭാവത്തിൽ പെരുമാറുക എന്നുള്ളത് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. ഇങ്ങനെ ആരോടും അടുക്കാതെ പരുഷ സ്വഭാവത്തിൽ ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് ചില ആളുകൾ വിചാരിച്ചത് ഈമാൻ കൂടിയാൽ അതാണ് സംഭവിക്കുക എന്നാണ്. ഈമാൻ കൂടിയാൽ അങ്ങനെയല്ല സംഭവിക്കുക. പിന്നെയോ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം,
മുഅ്മിനീങ്ങളുടെ നേതാവാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ജനങ്ങളോട് പെരുമാറിയത് ഏറ്റവും നല്ല രൂപത്തിലാണ്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം. അപ്പം ഈമാൻ കൂടുന്നതിനനുസരിച്ച് ഒരാളുടെ സ്വഭാവത്തിന് മേന്മ ഉണ്ടാകണം. ആളുകളുമായി അടുക്കുന്ന നല്ല സ്വഭാവമുള്ള മനുഷ്യനായിരിക്കണം, ആളായിരിക്കണം. സഹിൽ, എളുപ്പമുള്ള ആളായിരിക്കണം. ഒരാൾ നമ്മളുമായി ബന്ധപ്പെട്ടാൽ, അടുത്തിടപഴകിയാൽ കടുപ്പമുള്ള ഒരു മനുഷ്യനായി അയാൾ നമ്മളെ മനസ്സിലാക്കരുത്. മറിച്ച് എളുപ്പമുള്ള ആളായിരിക്കണം, മാന്യനായിരിക്കണം. അല്ലെ, ചില ആളുകളോട് ഇടപഴകിയാൽ പിന്നെ ജീവിതത്തിൽ അയാളുമായി ഇടപഴകാൻ തോന്നൂല, പിന്നെ അയാളുടെ പരിസരത്ത് തന്നെ പോകില്ല. അയാളാ അത് വേണ്ട, അടുക്കാൻ കൊള്ളൂല എന്ന് പറയാറുണ്ട്. സഹോദരങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ വിശേഷണങ്ങളുണ്ടോ അയാൾക്ക് നരകം ഹറാമാണ്. ഇവിടെ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്തുകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നബിയെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ടാണ് താങ്കൾ അവരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നത്, മൃദുല സ്വഭാവത്തിൽ പെരുമാറുന്നത്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്. താങ്കളെങ്ങാനും കഠിന ഹൃദയനും പരുഷ സ്വഭാവക്കാരനുമാണെങ്കിൽ താങ്കളുടെ ചുറ്റുനിന്നും അവർ അകലുമായിരുന്നു. നോക്കൂ, പരുഷ സ്വഭാവവും കഠിന ഹൃദയനുമായി തീരുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല, പിന്നെയോ നേരെ തിരിച്ചാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. നബിയെ, അങ്ങ് അങ്ങനെ ആവണം എന്നല്ല പറഞ്ഞത്. അങ്ങൊന്ന് അങ്ങനെയാണെങ്കിൽ അവർ താങ്കളുടെ കൂടെ ഉണ്ടാവുകയില്ല. അപ്പം നമ്മുടെ കൂടെ ആളുകൾ വരണമെങ്കിൽ, നമ്മുടെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ ആളെണ്ണം കൂട്ടാനാ അല്ല, ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ. ഏറ്റവും കുറഞ്ഞ് നമ്മുടെ വീട്ടുകാരെങ്കിലും നമ്മളൊപ്പം വേണ്ടേ? വീട്ടുകാരെങ്കിലും നമ്മളൊപ്പം വേണ്ടേ? മക്കൾ നമ്മുടെ കൂടെ വേണ്ടേ? അടുത്ത കുടുംബക്കാർ നമ്മോടൊപ്പം വേണ്ടേ? അങ്ങനെ അവരെങ്കിലും നമ്മളുമായി അടുക്കണമെങ്കിൽ എന്ത് വേണം? ഖലീലാവരുത്, ഖരീബാവണം, അടുപ്പം ഉള്ള ആളായിരിക്കണം. കണ്ടാൽ തന്നെ അടുക്കാൻ തോന്നണം, ഇടപഴകാൻ തോന്നണം, ഇടപെട്ടാൽ എളുപ്പം കൊടുക്കണം. ഒരു കാര്യം വന്ന് പറയാൻ പറ്റുന്ന കോലത്തിലായിരിക്കണം നമ്മുടെ സ്വഭാവം. ചിലപ്പോൾ മക്കൾ പോലും നമ്മളോട് പലതും പങ്കുവെക്കുകയില്ല, നമ്മോട് പറയൂല. കാരണം എന്താ? പറഞ്ഞാൽ അടി കിട്ടും, പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താവും. അങ്ങനെയല്ല, ഒരു വാതിൽ തുറന്നു കൊടുക്കണം, വന്ന് പറയാൻ, കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ചില വീടുകളിൽ പോയാൽ വാപ്പ ജഡ്ജിയും മക്കളൊക്കെ ഗുമസ്തൻ ഇരിക്കുന്ന പോലെ ഇരിക്കും. എന്തെങ്കിലും പറയണമെങ്കിൽ എന്ത് വേണം? വേറെ ആളെ ഏൽപ്പിക്കണം, ഉമ്മാനോട് പറയണം. ആവരുത്. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, രക്ഷിതാക്കളോട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മുതിർന്ന മക്കളുള്ളവർ, അതാണാവട്ടെ പെണ്ണാവട്ടെ, നമ്മളോട് വന്ന് പറയാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ പറയാൻ പറ്റുന്നവരെ പോയി നോക്കൂ. പറയാൻ പറ്റുന്ന ഇഷ്ടം പോലെ ഒന്നിനും കൊള്ളാത്ത ആളുകളുണ്ട്. ഒരു ഗുണം ഉണ്ടാവില്ല, ഒരു നിലവാരം ഉണ്ടാവില്ല, ദീനിയായിട്ടും ദുനിയാവിൻ്റെ കാര്യത്തിൽ. എന്നാലും ഈ ജാതി രണ്ട് പഞ്ചാര വാക്ക് പറഞ്ഞാൽ നമ്മളെ മക്കൾ വിചാരിക്കും, എന്തൊരു കെയറിങ്ങാണ്, വീട്ടിൽ നിന്ന് പോലും കിട്ടില്ല, എല്ലാ കാര്യവും പറയാം, ഏത് സമയത്തും വിളിക്കാം, എന്തിനും റെഡിയാണ്. എന്തിനും റെഡിയാന്ന് നമ്മളല്ലേ റെഡിയാവേണ്ടത്. അവർക്കൊരു പ്രശ്നം വന്നാൽ ഒന്ന് പറയാൻ പറ്റണം. അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. പരുഷന്മാരാവരുത്, പരുക്കന്മാരാവരുത്. അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? ആളുകളൊക്കെ നമ്മിൽ നിന്ന് അകന്നു പോകും. നമ്മുടെ വീട്ടിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഭാര്യ ആവട്ടെ, മക്കളാവട്ടെ, പെൺമക്കളാവട്ടെ, ആൺകുട്ടികളാവട്ടെ, നമ്മൾ വീട്ടിലെ കാര്യമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യം പ്രത്യേകം. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയാൽ നമ്മളുമായി ഇടപഴകുന്ന മസ്ജിദാവട്ടെ, സെൻ്റർ ആവട്ടെ,
നമ്മുടെ നാട്ടിൽ ഒരു കാര്യമുണ്ടായാൽ അത് ഓൻ്റെ അടുത്താണ് പോയേക്കണ്ട റബ്ബേ, കഥ കഴിഞ്ഞു, അടുപ്പിക്കാൻ കൊള്ളൂല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് ആളുകളുമായി അടുക്കുന്ന, നല്ല നൈർമല്യമുള്ള സ്വഭാവമുള്ള ആളുകൾക്ക് എളുപ്പം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം വന്ന് പറഞ്ഞാൽ ഓനെ 2 കെട്ട് കെട്ടിയിട്ട് പറഞ്ഞേക്കലല്ല, പിന്നെ കെട്ട് അയച്ചു കൊടുക്കാൻ പറ്റണം. ഒരു പ്രയാസം, ഒരു ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന സ്വഭാവമായിരിക്കണം. അപ്പം ഈ സ്വഭാവങ്ങൾ ഒരാളിലുണ്ടോ നരകം ഹറാമാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. 12ാമത്തെ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണ് സൽസ്വഭാവം സ്വീകരിച്ച ആൾ. നേരത്തെ നമ്മൾ കേട്ടത് മൊത്തത്തിൽ ജനങ്ങളെടുത്ത് നോക്കിയാൽ ജനങ്ങളിൽ ഏറ്റവും നല്ല ആൾ. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലെ ഉത്തമൻ. അവിടുന്ന് പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, നിങ്ങൾ ഏറ്റവും നല്ല ആളുകൾ, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളാണ്. ഇത് സഹോദരങ്ങളെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഹദീസാണ്. ബാക്കിയെല്ലാം പഠിക്കണം, പക്ഷെ ഇത് പ്രത്യേകം പഠിക്കണം. എന്തുകൊണ്ടാണ്? പുറത്തൊക്കെ നല്ല സ്വഭാവമുള്ള ആളുകളുണ്ടാവും പലപ്പോഴും, പക്ഷെ വീടിൻ്റെ വാതിലങ്ങ് തുറന്നാൽ പിന്നെ 5 പൈസക്ക് കൊള്ളൂല. എടുക്കാൻ കൊള്ളാത്ത സ്വഭാവമായിരിക്കും. അടിയും തൊഴിയും ചവിട്ടും പൊളിക്കലും. ഒരു കാര്യം വായ തുറക്കാൻ പോകും, ഭാര്യ വിചാരിക്കും ഈ ചെങ്ങായി ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ, മക്കൾ വിചാരിക്കും വാപ്പ വരാതിരുന്നെങ്കിൽ. വെറുതെ പറയുന്നതല്ല, കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിരി തോന്നും, ഒരു തമാശയായിട്ട് തോന്നും. പക്ഷേ സഹോദരങ്ങളെ, യാഥാർത്ഥ്യമാണ്. താടി വെച്ച തൗഹീദുള്ള ആളുകളുടെ വീടുകളിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. നമുക്ക് പരിശോധിച്ച് നോക്കുക. എന്നാലോ വാതിലങ്ങ് പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയാലോ ഇത്രയും നല്ലൊരു സൽസ്വഭാവി വേറെ ഉണ്ടാവില്ല. പുറത്തൊരാൾ കാല് ഇങ്ങനെ തെറ്റിയിട്ടേ ഉണ്ടാവുള്ളൂ, അവനെ എടുത്ത് പൊന്തിച്ച് നിൽക്കും. വീട്ടുകാർ മറിഞ്ഞു വീണാലും അണിച്ചോട് എന്ന് പറയും, നോക്കിയിട്ടൊക്കെ നടക്കണ്ടേ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവർ. സഹോദരങ്ങളെ, നമ്മൾ ആദ്യം അവിടെ ശരിയാക്കണം. മുന്നേ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ശരിയാക്കണം. കാരണം അത് നമ്മുടെ ഇഹലോകവും പരലോകവുമാണ്. ഇഹലോകത്ത് സമാധാനവും ഖൈറും ബറക്കത്തും ഒക്കെ കിട്ടേണ്ട കാര്യമാണത്. പരലോകത്ത് അതൊക്കെ ഉത്തരവാദിത്തമാണ്, ചോദ്യം ചെയ്യപ്പെടും. അതിനുള്ള ഖൈറിന് പ്രതിഫലമുണ്ട്. നേരെ മറിച്ച് അതിൽ ഉത്തരവാദിത്തത്തിൽ വീഴ്ചയാണെങ്കിൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടിയും വരും. ദുനിയാവും ആഖിറവുമാണ്. അതുകൊണ്ട് നോക്കൂ, വേറെ ചില റിവായത്തിൽ സ്ത്രീകളോട് എന്ന് പ്രത്യേകം വന്നിട്ടുണ്ട്, ഭാര്യമാരോട്. പല ആളുകളും എളുപ്പത്തിൽ ചവിട്ടാനും തൊഴിക്കാനും പറ്റുന്ന സ്ഥലം അതാണ് അല്ലെ. ഉമ്മയും ബാപ്പയും കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഭാര്യയാണ്. പാടില്ലാത്തതാണ്. സൽസ്വഭാവം, നല്ല സ്വഭാവം എന്നത് നമ്മൾ സ്വീകരിക്കണം. തിരിച്ചും അങ്ങനെ തന്നെയാണ്. സ്ത്രീകളും നന്നായിരിക്കണം. ചില പെണ്ണുങ്ങന്മാർ വായി കൂട്ടൂല, എന്നിട്ട് ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നല്ല സ്വഭാവം പരസ്പരം സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക് നമ്മെക്കുറിച്ച് അത്ര ഇല്ലെങ്കിലും നമ്മുടെ ഭാര്യമാർ പറയുകയുള്ളൂ. എന്താ പറഞ്ഞത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ. നമ്മളെ സ്വഭാവം. കുറച്ച് ആളുകൾ വന്നിട്ടൊന്ന് ചോദിച്ചിട്ട് നോട്ട് ചെയ്യാൻ വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ വീടുകളിലേക്ക് രാവിലെ വരിക, നിങ്ങളെ ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനെ? ഓരോരുത്തർ എഴുതി കൊടുക്കാൻ നിന്നാൽ പിന്നെ പള്ളിയിലേക്ക് വരുത്തുണ്ടാവില്ല നമ്മിൽ പലരും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ ആവരുത് സഹോദരങ്ങളെ. നല്ല സ്വഭാവം നമ്മുടെ വീടുകളിൽ കാണിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മെ കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്. നമ്മെ കണ്ടിട്ടാണ് നമ്മുടെ ഭാര്യ നന്നാവേണ്ടത്. നമ്മുടെ ജീവിതം അവരെ പഠിപ്പിക്കണം.
നമ്മുടെ ജീവിതം അവരെ പഠിപ്പിക്കണം. കാരണം അവരുടെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണല്ലോ. നമ്മൾ ദീന് പഠിച്ച് കേട്ട് അല്ലേ, പല ആളുകളെ കുറിച്ചും പറയാറുണ്ട്, ഓൻ എത്ര ദർസ് കേട്ടിട്ട് എന്താ, വീട്ടിൽ 5 പൈസക്ക് കൊള്ളൂല, എൻ്റെ ദർസ് എടുക്കുന്നതൊക്കെ ചീത്ത കിട്ടും. കേട്ടാൽ തോന്നുന്നു നമ്മൾ ഇവിടുന്ന് വീട്ടിൽ പോയിട്ട് വെടിവെക്കാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അടിക്കാനും തൊഴിക്കാനും ചവിട്ടാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആവരുത്, ഒരിക്കലും നമ്മളായിത്തീരരുത്. സ്ത്രീകൾ വരെ പറയും, എത്ര ദർസ് കേട്ടിട്ട് എന്താ, വീട്ടിൽ നിങ്ങളെ പോലെ ഇങ്ങനെയല്ലേ. ആവരുത്. നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങളിലെ സൽസ്വഭാവികളാണ്. നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം, ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇതിൽ ഒരിക്കലും വീഴ്ച പറ്റിപ്പോകരുത്. അബദ്ധമുണ്ടോ നമ്മൾ ശരിയാക്കണം. ഏതായാലും ഇങ്ങനെ കൈപ്പോയി, ഓക്കും വയസ്സായി എനിക്കും വയസ്സായി, ഇനിയിപ്പോൾ പഞ്ചാര വാക്കൊക്കെ പറയാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അവിടുത്തെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. വളരെ മനോഹരമാണ്. അത് വേറെ തന്നെ വിശദീകരിക്കേണ്ടതാണ്. 50 വയസ്സിന് മുകളിലുള്ള ഭർത്താവാണ് അവിടുന്ന്. ഭാര്യമാരോട് പെരുമാറിയ രീതി നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ അല്ലാഹു തൗഫീഖ് ചെയ്താൽ പറയാം. ദാമ്പത്യ ജീവിതം നന്നാവാൻ സ്വഭാവം പരമപ്രധാനമായ കാര്യമാണ്. അതില്ലേ നമ്മുടെ ജീവിതം കൂട്ടിച്ചോറായി പോകും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അത് പ്രായം ചെന്നാലും ശരി, ചെറുപ്പക്കാരായാലും ശരി, നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ സാധിച്ചാൽ അതുകൊണ്ടുള്ള ഗുണം വളരെ വലുതാണ്, ചെറുതൊന്നുമല്ല, വളരെ വലുതാണ്. തിരിച്ച് ആണും പെണ്ണും ഭാര്യയും ഭർത്താവും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 13ാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം നന്നായാൽ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഹിദായത്തിലേക്ക് വരാൻ അത് കാരണമായിത്തീരും. അതല്ലെങ്കിൽ ഹിദായത്തിൽ ഉള്ളവർ അതിൽ ഉറച്ചു നിൽക്കാൻ അത് സഹായിക്കും. കാരണം നമ്മുടെ സ്വഭാവം കണ്ടിട്ടാണ് ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ആളുകൾക്ക് ഹിദായത്തിന് കാരണമാവണം നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിതവും. ഇത് നമ്മുടെ കൂടെ ഉള്ളവർക്ക് തന്നെ നമ്മെ കാണുമ്പോൾ ഈമാൻ വർദ്ധിക്കണം. അതല്ലെങ്കിൽ അവർക്ക് ഈ തൗഹീദിൽ, സുന്നത്തിൽ, ആദർശ ജീവിതത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് തോന്നണം നമ്മളെ കാണുമ്പോൾ. അത് നമ്മുടെ സ്വഭാവം നന്നായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്വഭാവം മോശമായി പോയാൽ ഒരാളിങ്ങോട്ട് വരൂല എന്ന് മാത്രമല്ല, ഉള്ള ആൾ ചിലപ്പോൾ വേറെ വൈക്ക് പോകും. വരാത്തവർക്കും പോയവർക്കും പോയി എന്നത് ശരിയാണ്. പക്ഷേ പോയിപ്പിക്കാൻ കാരണമായാൽ അതിൻ്റെ ഉത്തരവാദികളാരാണ്? അത് നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വലിയൊരു സമൂഹത്തിന് ചുറ്റുമാണ് ജീവിക്കുന്നത്. നമ്മൾ ദീനിൻ്റെ ആളുകളാണ് നമ്മൾ. അത് കുറച്ച് പ്രവർത്തനം നടത്തിയാൽ മാത്രമാണ് എന്നല്ല. മുസ്ലിമാണോ നമുക്കൊക്കെ ബാധ്യതയുണ്ട്. മുസ്ലിം സമുദായത്തിലാണോ നമുക്ക് ബാധ്യതയുണ്ട്. സൂറത്തുൽ അസ്ർ നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ? കാലം തന്നെ സത്യം, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. തീർച്ചയായും മനുഷ്യർ എല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഈമാൻ സ്വീകരിച്ചവർ ഒഴികെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ, ആ സൽക്കർമ്മങ്ങൾ അത് പരസ്പരം ഉപദേശിച്ചവരൊഴികെ, ക്ഷമ കൈക്കൊണ്ടവരൊഴികെ. 4 കാര്യങ്ങളാണ്. ഈമാൻ സ്വീകരിക്കൽ അഥവാ പഠിക്കൽ, അത് പ്രാവർത്തികമാക്കൽ, അത് പുറത്തേക്ക് ആളുകളോട് പറയൽ എല്ലാവരുടെയും ബാധ്യതയാണ്. ഓരോരുത്തർക്കും സാധിക്കുന്ന രൂപത്തിൽ അത് നടപ്പിലാക്കണം. ചില ആളുകൾക്ക് വീട്ടിൽ മാത്രമേ പറ്റുള്ളൂ, അവിടെ ചെയ്താൽ മതി. ചില ആളുകൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റും, അപ്പോൾ അവിടെ ചെയ്യണം. എല്ലാവരും പറയാനും തിരുത്താനും നന്മ കൽപ്പിക്കാനും ഒക്കെ ബാധ്യതപ്പെട്ടവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ സ്വഭാവം നന്നാക്കണം. എങ്കിൽ മാത്രമാണ് അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.
അല്ലെങ്കിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരില്ല, ആളുകൾ അടുക്കുകയില്ല. അല്ലെ, ഏതെങ്കിലും ഒരുത്തൻ്റെ തെറ്റുമതി ഇസ്ലാമിനെ മുഴുവനും പഴിചാരാൻ. ഇന്നതിന് ധാരാളം ആളുകൾ പുറത്തുണ്ട്. അല്ലേ, 10,000-കണക്കിന് കണ്ണുകളുമായി നിൽക്കുകയാണ്. ഒരു മുസ്ലിം പേര് കിട്ടിയാൽ ഇപ്പുറത്തും 10,000-കണക്കിന് മറ്റുള്ള പേരുകൾ ഉണ്ടാവും, ഒരു കാര്യം ഉണ്ടാവില്ല. 100 ആളുകളെ വെടിവെച്ച് വന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. കൊന്നാലും കൊല വിളിച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല. കട്ടാലും എന്ത് ചെയ്താലും ഏത് വൃത്തികേടുകൾ ചെയ്താലും മുസ്ലിം പേരാണോ എന്ന് ആദ്യം നോക്കൂ. ആണോ എങ്കിൽ കിട്ടിപ്പോയി, അല്ലേ വലിയ കാര്യമൊന്നുമില്ല. അപ്പം അതിന് നമ്മൾ കാരണക്കാരാവരുത് എന്നാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ടുണ്ടാവുന്നത് എന്താണ്? ഈ ദീനിനെ ആളുകൾ പരിഹസിക്കും, ഈ ദീനിനെ ആളുകൾ കുത്തിപ്പറയും, ദീനിൻ്റെ ആളുകളെ പരിഹസിക്കും, ദീനിൻ്റെ ആളുകൾക്കെതിരെ അപവാദം ഉന്നയിക്കും. നമ്മൾ അതിൻ്റെ ആളുകളായി തീരരുത്. മറിച്ച് നമ്മൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഓരോരുത്തരും ഇസ്ലാമിൻ്റെ സ്വഭാവ ഗുണമര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. എങ്കിൽ ഈ ദീൻ അത് ഉയർന്നു നിൽക്കും. ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിൽക്കും. ഒരു കുഴപ്പമില്ല, നമ്മൾ ആരുമില്ലെങ്കിലും ദീനോട് ഉണ്ടാവും. അള്ളാഹു ഇതിനെ വിജയിപ്പിക്കും. പക്ഷെ നമ്മൾ അതിലുണ്ടാവലാണ് കാര്യം. അത് നമ്മളെ കൊണ്ട് അതിന് ഉയർച്ച കിട്ടുക എന്നത് വലിയ കാര്യമാണ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മീതെ പ്രകാശം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. അപ്പം നമ്മിൽ നല്ല സ്വഭാവ ഗുണമര്യാദകൾ ഉണ്ടാവണം, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളോട്, അതല്ലാത്തവരോടും. കാരണം ഹിദായത്തിലേക്ക് വരണമെങ്കിൽ ഒരു സ്വഭാവം നന്നാവണം. അപ്പോഴാണ് ആളുകൾക്ക് ഇസ്ലാമിനോടൊരു ഇമ്പുണ്ടാവും. ഈ ദീൻ സ്വീകരിച്ചപ്പോൾ അവന് നന്നായി, ഇസ്ലാമിൻ്റെ ക്വാളിറ്റിയാണത് എന്ന് മനസ്സിലാക്കും. അതുപോലെ ഉള്ളവർക്ക് ഇസ്തിഖാമത്ത് കിട്ടണം. ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആളുകൾ പിന്നെ പള്ളിയിൽ വരാതാവും, പിന്നെന്താവും, ദർശന് വരാതാവും, ആ ഒരു കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോകും. പോയവന് പോകാൻ അത് എളുപ്പമാണ്. പക്ഷെ നമ്മളായിട്ട് എന്താക്കരുത്, ഒരാളെ പുറത്താക്കുന്ന പണിയെടുക്കരുത്. നമ്മുടെ സ്വഭാവം കൊണ്ട് ഒരാളും വഴിതെറ്റി പോകരുത്. നമ്മുടെ ഒരു വാക്ക് കൊണ്ട്, ഒരു പരിഹാസം കൊണ്ട്, ഒരു കുത്തുവാക്ക് കൊണ്ട് ഒരാളും തെറ്റിപ്പോകരുത്. അതിൻ്റെ പാപഭാരം നമ്മളേൽക്കേണ്ടി വരും. പോയതും ചെയ്തതും ഒക്കെ അത് വേറുണ്ടാവും, നമ്മൾ നോക്കേണ്ടതില്ല. പക്ഷെ നമ്മളതിൻ്റെ കാരണക്കാരാവരുത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നസീഹത്ത് കൊടുക്കുക. അദ്ദീനു അൻ നസീഹ, ദീൻ എന്നാൽ ഗുണകാംക്ഷയാണ്. പരസ്പരം ഉപദേശിക്കുക, തെറ്റ് കണ്ടാൽ വിളിച്ച് ഉപദേശിക്കുക. അത് ഭാര്യയായാലും മക്കളായാലും കൂടെയുള്ളവരായാലും പള്ളിയിലുള്ളവരായാലും ഒരുമിച്ച് നിസ്കരിക്കുന്നവരായാലും ആരായാലും നല്ല രൂപത്തിൽ നസീഹത്ത് കൊടുക്കുക. അത് കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അപ്പുറം പോയിട്ട് കുസൂസാക്കലല്ല, പിന്നെ അവനോട് നേരിട്ട് പറയണം, ചെറുതൊരു തെറ്റ് കണ്ടിട്ടുണ്ട്, അത് തെറ്റാണ്, ശരിയല്ല, എന്നിട്ട് അതിൻ്റെ പ്രമാണങ്ങൾ തെളിവുകൾ പറഞ്ഞു കൊടുക്കണം. പുരുഷന്മാരായാലും ശരി സ്ത്രീകളായാലും ശരി, നമ്മളൊരു ഫിത്നക്ക് വിത്ത് പാകരുത്. നമ്മുടെ സ്വഭാവവും നമ്മുടെ ഇടപാടുകളും ഒക്കെ നമ്മൾ നന്നാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, 13 കാര്യങ്ങൾ, 13 ശ്രേഷ്ഠതകൾ സൂചിപ്പിച്ചു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ചില ചരിത്ര സംഭവങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യം പറഞ്ഞില്ലേ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണവുമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. അള്ളാഹു അവിടുത്തെ പുകഴ്ത്തിയിരിക്കുന്നു. അള്ളാഹുവാണ് അവിടുത്തെ പുകഴ്ത്തി പറഞ്ഞു തന്നത്. നമുക്ക് മാതൃക നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എല്ലാ കാര്യത്തിലും അവിടുത്തെ ചരിത്ര സംഭവങ്ങൾ, അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ച അനേകം സംഭവങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കൊണ്ട് അത് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സംഭവങ്ങൾ മാത്രം ക്രോഡീകരിക്കപ്പെട്ട കിതാബ് വരെയുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കണ്ടിട്ട് ദീനിലേക്ക് കടന്നു വന്ന ചരിത്ര സംഭവങ്ങൾ മാത്രം ക്രോഡീകരിക്കപ്പെട്ട കിതാബുണ്ട്.
എന്തായിരിക്കും ആ സ്വഭാവം? ഒരു സംഭവം ഇപ്രകാരമാണ്. മഹാനായ സുമാമ ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുശ്രിക്കായിരുന്നു. അദ്ദേഹത്തെ സഹാബത്ത് പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പള്ളിയുടെ ഒരു സ്ഥലത്ത് ബന്ധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ദിവസം ചോദിച്ചു, മുസ്ലിം ആവുമോ ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. അയച്ചുവിടാൻ പറഞ്ഞു. അതിനിടയിൽ ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട ആ കരങ്ങൾ കൊണ്ട് പാല് കറന്ന് അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഹദീസ് പ്രസിദ്ധമാണ്. അദ്ദേഹം കാഫിറായിരിക്കെ 7 വയറ്റിൽ കുടിക്കുമായിരുന്നു. മുസ്ലിം ആയപ്പോൾ 1 വയറ്റിൽ വരെ കുടിക്കാൻ പറ്റുന്നില്ല. കാഫിർ 7 വയറ്റിൽ ഭക്ഷിക്കും, മുഅ്മിനിന് ഒരൊറ്റ വയറ്റിലേ ഭക്ഷിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഹദീസ് അദ്ദേഹം റിവായത്ത് ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞു, ആ ദിവസങ്ങളിൽ 7 ആൾ കുടിക്കുന്നത് ഞാൻ കുടിക്കാറുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഭക്ഷണം വല്ലാതെ ഇറങ്ങുന്നില്ല. അവിടെ നമുക്കൊരു കുത്തുണ്ട്. നമ്മൾ ബാക്കിയൊക്കെ സലഫിയത്തായിരിക്കും. ഭക്ഷണ തളികയിൽ നമ്മൾ ഇതുവരെ അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അല്ലാഹു കാക്കട്ടെ. ശരി, സുമാമ ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അയച്ചുവിടാൻ പറഞ്ഞു. അദ്ദേഹത്തെ അയച്ചുവിട്ടു. അദ്ദേഹം നേരെ പോയി അടുത്ത ഒരു സ്ഥലത്ത് നിന്ന് കുളിച്ചു തിരിച്ചു വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഷഹാദത്ത് ചൊല്ലി അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്നും മുഹമ്മദ് അല്ലാഹുവിൻ്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ കാന അലൽ അർദി വജ്ഹുൻ അബ്ഗദ ഇലയ്യ മിൻ വജ്ഹിക്. ഭൂമുഖത്ത് താങ്കളുടെ മുഖത്തേക്കാൾ വെറുപ്പുള്ള മറ്റൊരു മുഖവും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഫഅസ്ബഹ ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബുൽ വുജൂഹി ഇലയ്യ. എന്നാൽ ഇപ്പോഴിതാ എല്ലാ മുഖങ്ങളെക്കാളും അങ്ങയുടെ മുഖം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തീർന്നിരിക്കുന്നു. വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്ഗദ ഇലയ്യ മിൻ ദീനിക്. താങ്കളുടെ ഈ ദീൻ, ഈ ആദർശം, ഇതിനേക്കാൾ എനിക്ക് വെറുപ്പുള്ള മറ്റൊരു ആദർശവും ഉണ്ടായിരുന്നില്ല. ഫഅസ്ബഹ ദീനുക അഹബ്ബദ്ദീനി ഇലയ്യ. എന്നാൽ ഇതാ താങ്കളുടെ ഈ ആദർശം അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദീനായി ആദർശമായി മാറിയിരിക്കുന്നു. വല്ലാഹി മാ കാന ഫീ ബലദിൻ അബ്ഗദു ഇലയ്യ മിൻ ബലദിക്. താങ്കളുടെ ഈ നാട് മദീന, ഇതിനേക്കാൾ വെറുപ്പുള്ള മറ്റൊരു നാടും എനിക്കുണ്ടായിരുന്നില്ല. ഫഅസ്ബഹ ബലദുക അഹബ്ബൽ ബിലാദി ഇലയ്യ. എന്നാൽ ഇതാ താങ്കളുടെ ഈ നാട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടായി തീർന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു, പറഞ്ഞയച്ചു. കുത്തിപ്പിടിച്ചിട്ട് സ്വീകരിക്കടാ എന്ന് പറഞ്ഞില്ല. നിർബന്ധിച്ചിട്ട് സ്വീകരിച്ചില്ലേ കൊന്നളിയോ കലിമ വല്ലടാ എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൻ്റെ രീതിയല്ല. ചില വിവരമില്ലാത്ത ആളുകൾ പടച്ചുണ്ടാക്കിയതാണത്. കലിമ ചൊല്ലാൻ പറഞ്ഞ് വെടിവെക്കൽ ഇസ്ലാമിലില്ലാതെ. അങ്ങനെ ഉണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആളെ കൊന്നിട്ടുണ്ടോ? ചില നിരീശ്വരവാദികൾ പറയാറുള്ളത് പോലെ അല്ലേ, അത്തരം വിഡ്ഢികളായ ആളുകളുടെ വാക്കുകളെ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ എതിർത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ എത്ര കാഫറുകളെ കൊന്നു എന്ന് തിരിച്ചു ചോദിക്കുകയുണ്ടായി. ഇസ്ലാമിൻ്റെ രീതിയല്ല. അതുകൊണ്ട് ഉണ്ടായത് എന്താണ് നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വമേധയ അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞ വാക്കാണ്. ഇത് സ്വഹീഹുൽ ബുഖാരിയിലെ സംഭവമാണ്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച സംഭവമാണിത്. എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ചുകൊണ്ടെന്നല്ല. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കിതാബാണ്. ആ കിതാബിലുള്ള ചരിത്ര സംഭവമാണിത്. ഇനി ഇതാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മസ്ജിദിൽ ഒരു അറാബി വന്ന് മൂത്രമൊഴിച്ചു. സഹാബത്ത് അദ്ദേഹത്തിൻ്റെ നേരെ തിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു അവരെ. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ ബുഇത്തും മുയസ്സിരീൻ, തീർച്ചയായും നിങ്ങളെ എളുപ്പമുള്ളവരായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. വലം തുബഅതു മുഅസ്സിരീൻ, ഞെരുക്കമുള്ളവരായിക്കൊണ്ടല്ല നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്. സുബ്ബു അലൈഹി സജലം മിമ്മാ, ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയും സൽസ്വഭാവവും നോക്കൂ നിങ്ങൾ. നമ്മളാണെങ്കിലോ പിന്നോ ജീവിതത്തിൽ മൂത്രമൊഴിക്കൂല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു കൊടുത്തു. പള്ളിയിൽ തന്നെ മൂത്രമൊഴിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു കൊടുത്തു. മറ്റൊരു സംഭവം നമുക്ക് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുകഴ്ത്തി പറഞ്ഞ ഇതിനേക്കാൾ നല്ല ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല എന്ന വാക്കാണ് മഹാനായ മുആവിയ ഇബ്നുൽ ഹക്കം അസ്സുലമി. മുആവിയ ഇബ്നു അബി സുഫിയാൻ അല്ല റളിയല്ലാഹു അൻഹു, മറ്റൊരു സഹാബി മുആവിയ ഇബ്നു അൽ ഹക്കം അസ്സുലമി. അദ്ദേഹം പറയുകയാണ്, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിനിടയിൽ ഇദഅതസ റജുലുൻ മിനൽ ഖൗം, മഅ്മൂമികളായി നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ തുമ്മി. ഇത് കേട്ടപ്പോൾ അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. സാധാരണ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയും, കേട്ടാൾ യർഹമുക്കല്ലാഹ് എന്ന് പറയണം. ഇദ്ദേഹം നിസ്കാരത്തിൽ ഇത് പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഫറമാനിൽ ഖൗമു ബി അബ്സാരിഹിം, സഹാബികളൊക്കെ അദ്ദേഹത്തെ തുറിച്ചു നോക്കി നിസ്കാരത്തിൽ. അപ്പം അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തിനാ നോക്കുന്നത്, എന്താ കാര്യം എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അപ്പോൾ സഹാബികൾ വീണ്ടും ഒന്നുകൂടി പരിഭ്രാന്തരായി അവർ അവരുടെ തുടയിൽ അടിച്ചുകൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. അദ്ദേഹം നിർത്തി. നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത്ത്, തീർച്ചയായും നിസ്കാരം എന്നത്, നിസ്കരിച്ച നിസ്കാരം ഉണ്ടല്ലോ, ലാ യസ്ലുഹു ഫീഹാ ഷൈഉൻ മിൻ കലാമിൻ നാസ്, ജനങ്ങളുടെ സംസാരവും ആജാതി പരിപാടിയൊന്നും നിസ്കാരത്തിൽ പറ്റൂല. ഇന്നമാ ഹുവ തസ്ബീഹു വത്തക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ, നിസ്കാരം എന്ന് പറഞ്ഞാൽ തസ്ബീഹും തക്ബീറും ഖുർആൻ പാരായണം ഒക്കെയാണ്. ഇതാണ് നിസ്കാരം. നിസ്കാരത്തിൽ വേറെ വർത്താനൊന്നും പറ്റൂല എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറയുകയാണ്, മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻഹു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഉത്തമനായ ഏറ്റവും നല്ല ഒരു അധ്യാപകനെ അതിനു മുമ്പോ അതിന് ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവാണ്, മാ കഹറനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിരട്ടിയിട്ടില്ല, വലാ ദറബനി, എന്നെ അടിച്ചിട്ടില്ല, വലാ ശതമനി, എന്നെ ചീത്ത വിളിച്ചില്ല, ആക്ഷേപിച്ചില്ല. മറിച്ച് അവിടുന്ന് ഇതാണ് പറഞ്ഞത്. നിസ്കാരം തന്നെ ഇങ്ങനെ. നമ്മളാണെങ്കിലും ഒരാൾ അറിയാതെ എന്തെങ്കിലും ചെയ്താൽ അവനെ വെറുതെ വിടൂല അല്ലേ? അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ചിലപ്പോൾ ഏതെങ്കിലും സാധു, ചിലപ്പോൾ പ്രായമുള്ള ആളായിരിക്കും, ഫോണ് സൈലൻ്റാക്കാൻ മറന്നുപോയിട്ടുണ്ടാവും. പള്ളി കയറുമ്പോൾ ഫോൺ സൈലൻ്റ് ചെയ്യണം, ശബ്ദം വരാത്ത രൂപത്തിലാക്കണം എന്നതാണ് നിയമം. ശ്രദ്ധിക്കണം. ഒരാളുടെയും നിസ്കാരം ഫസാദാകുന്ന രൂപത്തിലുള്ള പണി നമ്മൾ എടുക്കരുത്. എന്നാൽ മനുഷ്യ സഹജമാണ്, ചിലപ്പോൾ മറന്നുപോകും. ചിലപ്പോൾ പ്രായമുള്ള ആളുകളാണെങ്കിൽ ഈ സാധു പിന്നെ പിടിച്ച് നിൽക്കിയാലും ഇത് നിൽക്കൂല. നിസ്കാരം കഴിഞ്ഞ് ഉടനെ ചിലപ്പോൾ ആളുകൾ എഴുന്നേറ്റിട്ട് പറയും, ആരാ ഫോണ് ശബ്ദിച്ച്, ഫോൺ ഓഫാക്കണ്ടേ. പക്ഷെ അത് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ പിന്നെ അദ്ദേഹം ജീവിതത്തിൽ ആ പണി എടുക്കൂല. ഈ ജാതി പറച്ചിൽ പറഞ്ഞാലോ ഒന്നല്ലെങ്കിൽ ആ പള്ളിയിലേക്ക് പിന്നെ ആൾ വരില്ല. അങ്ങനെ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഇവിടെ വാദപ്രതിവാദം നടക്കുകയാണ്. തുമ്മിയിട്ട് റഹ്മക്കല്ലാഹ് എന്ന് പറഞ്ഞു, പിന്നെ സംസാരിക്കുകയാണ്. സഹാബികളാണെങ്കിൽ തുറച്ചു നോക്കുന്നുണ്ട്. പല സംഭവങ്ങളും അവിടെ അരങ്ങേറിയിട്ടുണ്ട്.
പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യമായി, വളരെ സൗമ്യമായി, ക്ഷമയോടെ പറഞ്ഞു കൊടുത്തു. ഇത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീടുകളിലും പുറത്തും ഒക്കെ നമ്മൾ പാലിക്കേണ്ട കാര്യമാണ്. ഇതിലൊക്കെ നമുക്ക് മാതൃകയുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടത് കേട്ടിട്ട് എന്തൊരു നല്ല സ്വഭാവമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. വേറെയും ചരിത്ര സംഭവങ്ങൾ ധാരാളം ഇനിയും നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇത് കേൾക്കണം, പഠിക്കണം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഇതുപോലെയുള്ള അത്ഭുതകരമായ മാതൃകാപരമായ പെരുമാറ്റങ്ങൾ. സഹോദരങ്ങളെ, സൽസ്വഭാവം എന്നത് എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കണമെന്നത് നമ്മൾ ശ്രദ്ധിക്കുക. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ശാന്തതയും സൗമ്യതയും അവധാനതയും ഉദാരതയും വിട്ടുവീഴ്ചയും എല്ലാം അതിൽപ്പെട്ടു. നമ്മുടെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനം എല്ലാറ്റിലും നമ്മുടെ സ്വഭാവം മികച്ചു നിൽക്കേണ്ടതാണ് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട കാര്യമാണ്. ഇത് പരമ്പരാഗതമായിട്ടൊന്നും കിട്ടൂല, അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, വഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്. അള്ളാഹുവേ, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് എനിക്ക് മാർഗദർശനം നൽകണേ. ലാ യഹ്ദി ലി അഹ്സനിഹ ഇല്ല അൻത. റബ്ബേ, നീയല്ലാതെ, നിനക്കല്ലാതെ അതിലേക്ക് മാർഗദർശനം നൽകാൻ സാധിക്കുകയില്ല. വസ്രിഫ് അന്നി സയ്യിഅഹ. അള്ളാഹുവേ, എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും എല്ലാ ദുസ്വഭാവങ്ങളും എന്നിൽ നിന്ന് നീ അകറ്റണമേ. ലാ യസ്രിഫു അന്നി സയ്യിഅഹ ഇല്ല അൻത. റബ്ബേ, നിനക്കല്ലാതെ അതിന് സാധിക്കുകയില്ല. ഈ പ്രാർത്ഥന കാണാതെ പഠിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മറ്റൊരു പ്രാർത്ഥന കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. അല്ലാഹുവേ, ദുസ്വഭാവങ്ങളിൽ നിന്നും, സ്വഭാവ ഗുണങ്ങൾ, അതിലെ എല്ലാ മോശമായ സ്വഭാവങ്ങളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടും ദേഹേച്ഛകളെ തൊട്ടും എന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. മറ്റൊരു പ്രാർത്ഥന കാണാം, അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലൂഖി. അല്ലാഹുവേ, നീ എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയിട്ടുണ്ട്, ഏറ്റവും നല്ല രൂപത്തിലാണ് നീ എന്നെ പടച്ചത്, അതുപോലെ എൻ്റെ സ്വഭാവവും നീ നന്നാക്കി തരണേ. ഇത്ര മനോഹരമായ പ്രാർത്ഥനകളാണ്. അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ടവരാണ് ഞാനും നിങ്ങളും സൽസ്വഭാവം. അതുപോലെ രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ പ്രയത്നിച്ച് പ്രാവർത്തികമാക്കണം. ഇങ്ങനെ വെറുതെ ഒന്നും കിട്ടൂല. ഓരോ സമയവും ഓരോ ഘട്ടവും വരുമ്പോൾ അത് നമ്മൾ പ്രവർത്തിക്കണം. പറയാൻ എളുപ്പമാണ്, ഇതിവിടെ നിന്നിട്ട് സൽസ്വഭാവം പറയാൻ എത്ര എളുപ്പമാണ്. ആ സമയം എത്തുമ്പോൾ പാലിക്കാനാണ് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മുടെ വിജയം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇമാം താവൂസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദിഹിൽ അഖ്ലാഖ മനാഇഹു യംനഹുഹ അല്ലാഹു അസ്സ വജല്ല മൻ യശാഉ മിൻ ഇബാദി. തീർച്ചയായും ഈ സൽസ്വഭാവം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽപ്പെട്ട അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്ന, പ്രദാനം ചെയ്യുന്ന അവൻ്റെ ഔദാര്യമാണ്. فإذا أراد الله عز وجل بعبد خيرا منحه منها خلقا صالحا. അല്ലാഹു തആല ഏതൊരു അടിമയിലാണോ ഖൈർ, നന്മ ഉദ്ദേശിക്കുന്നത്, നല്ല സ്വഭാവം അയാൾക്ക് അള്ളാഹു ഔദാര്യമായി നൽകും. സുബ്ഹാനല്ലാഹ്, നോക്കൂ, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. നമ്മുടെ മേന്മ കൊണ്ട് പരമ്പരാഗതമായി നമുക്ക് കിട്ടിയത് അല്ല. പക്ഷെ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട, അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച് അവർക്ക് നൽകുന്നതാണ്. ഇതിന് നേരെ മറുവശം നമ്മൾ ചിന്തിച്ചു നോക്കും. ഒരാളുടെ സ്വഭാവം ദുസ്വഭാവമാണെങ്കിൽ, മോശമായ വൃത്തികെട്ട സ്വഭാവമാണെങ്കിൽ അള്ളാഹു അയാൾക്കത് നൽകിയിട്ടില്ല എന്നാണ്. മാത്രമല്ല, അള്ളാഹു അയാളിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ,
ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും മരണം വരെ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കാൻ, അതിലെ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ, അതിലായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സ്വഭാവ ഗുണമര്യാദകളുള്ള മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ സ്വഭാവങ്ങളിൽ നിന്നും ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാവട്ടെ, സമാധാനവും ആശ്വാസവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. الله تعالى أعلى وأعلم، وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.